എനിക്കിപ്പോൾ 26 വയസ്സായിട്ടുള്ളത്. ഈ ഒരു ലൈഫിനിടയ്ക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു 99% ആൾക്കാരും എൻ്റെ ഒരു ലൈഫിലോട്ട് വന്നേക്കുന്നത് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ ആയിരിക്കും. ഇതിലേറ്റവും മോശമായിട്ടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തവർ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പം അവരൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫർ ചെയ്യത്തില്ല, നമ്മളെ വിളിക്കില്ല, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കില്ല. അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആ ഒരു വഴി വിട്ടു പോകും. എനിക്ക് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അത് ശീലമായിട്ടോ. എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ ഈ ഒരു വയസ്സിനിടയ്ക്ക് തന്നെ ഉണ്ടായതുകൊണ്ടും ഞാൻ ആരുടെയും അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആവാറില്ല. എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാലും ഓക്കെ ഇയാളും ജെനുവിൻ ആയിരിക്കില്ല എന്ന് ചിന്തിച്ച് ഞാൻ വിടാറേ ഉള്ളൂ. അത് കുറേ രീതിക്ക് പോസിറ്റീവും ആയിട്ടുണ്ട്. എനിക്ക് കുറേ സൈഡ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവും പോയിട്ടുണ്ട്. ഇതിലെ നെഗറ്റീവ് ഞാൻ ആദ്യം പറയാം. നമുക്ക് നല്ല നല്ല റിലേഷൻസ് മിസ്സായിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പോയിട്ടുള്ള റിലേഷൻസ് എനിക്കുണ്ട്. അതുപോലെ നമുക്ക് ആരോടും ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവില്ല ഒരു പരിധി വരെ. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. എന്നോട് പലപ്പോഴും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, രമ്യ നിനക്കൊരു സ്നേഹമില്ലല്ലോ, നീ ഞങ്ങളുടെ അടുത്ത് നീ എന്താണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ എൻ്റെ സ്നേഹം ഇപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിപ്പോയി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട 1-2 പേർക്ക് മാത്രമാണ് എൻ്റെ സ്നേഹം ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് പ്രശ്നം. വളരെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ആരെയും കൂടുതൽ സ്നേഹിക്കാറില്ല, ആരെയും വിശ്വസിക്കാറില്ല ഇപ്പോൾ. പിന്നെ എൻ്റെ മനസ്സിലുള്ളൊരു തോട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പുറമേ നോക്കുമ്പം അത് വളരെ മോശമാണ്. നമുക്ക് അഹങ്കാരം അല്ലെങ്കിൽ നമുക്കെല്ലാം തന്നെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളൊരു എക്സ്ട്രാ പവർ ഇതൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്, ഞാൻ വിചാരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനിപ്പോൾ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മളങ്ങനെ എല്ലാവരെയും അകറ്റി നിർത്താണ്ട് കൂടുതൽ സ്നേഹിക്കുക, നമ്മുടെ സൈഡിൽ നിന്നൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. അവർ നമ്മുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ, നമുക്കിട്ട് എങ്ങനെ പണി തരുന്നോ, അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാതെ പോകുന്നോ, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സന്തോഷം വേണമെങ്കിൽ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അവർ നാളെ നമ്മളെ തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ നാളെ നമ്മളുടെ കൂടെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക. ദൈവം അതിനുള്ള നമുക്ക് തിരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു നെഗറ്റീവ് ഫീൽ തരുന്ന ഒരാൾ അല്ലെങ്കിൽ അയാളുടെ സംസാരമോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ നമ്മളുടെ സമാധാനം കെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും നിലനിർത്തരുത്. ഇതാണ് എനിക്ക് ആകെ പറയാനുള്ളത് എൻ്റെ ഒരു ലൈഫിൽ നിന്ന്. ഇന്ന് ശനിയാഴ്ച ആട്ടോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ എംപ്ലോയീസ് വളരെ കുറവാണ്. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും എടുത്തിരുന്ന് ഫുഡ് കഴിക്കാം. സാധാരണ ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിക്കാറില്ല. എനിക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ കഴിച്ച് കഴിഞ്ഞിട്ട് പോകണം. മാത്രമല്ല പണ്ടൊക്കെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. എന്തോ ആരും ഇല്ലാത്തൊരു ഫീലിംഗ് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനതുമായിട്ട് ഭയങ്കര യൂസ്ഡ് ടു ആയി. ഞാനിപ്പോൾ ആരുടെയും കൂടെ പോയി ഞാൻ ഫുഡ് കഴിക്കാറില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്നാണ് ഫുഡ് കഴിക്കുക. അതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ആരും വേണ്ട എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് എപ്പോഴും ഒരുമിച്ചിരിക്കാനും കുറേ സംസാരിക്കാനും പരസ്പരം കെയർ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാട്ടോ. അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫുഡായിട്ടോ സ്നാക്സായിട്ടോ കൊണ്ടുതരും. എന്നും ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഇവർക്കുള്ളത്. എനിക്കതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഒരാവശ്യമുണ്ട്, ഇന്ന് ജോലിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മളെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ജോലിക്ക് വരണം, അല്ലെങ്കിൽ നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞ് ആരും നമ്മളെ ശല്യപ്പെടുത്തത്തില്ല.
അവർ എല്ലാവരും ഒരു ടീം വർക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെന്നും ജോലിക്ക് വരാനും ഇഷ്ടമാണ്. അത്ര ഹെവി വർക്കും അല്ല നമുക്കുള്ളത്. നമ്മുടെ കൊളീഗ്സ് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. എനിക്ക് ആ ഹാപ്പിനെസ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ജോലിക്ക് വരുന്നു, അതിന് ശേഷം ഇവരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് വയ്ക്കാറില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഫീൽ ചെയ്തു, ഇവർ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, വീട്ടിൽ ചെന്ന് ഒരു വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ മെസ്സേജ് അയക്കും, എങ്ങനെയുണ്ട്, തലവേദന കുറഞ്ഞോ, നാളെ ഡ്യൂട്ടിക്ക് വരുമോ, കുഴപ്പമൊന്നുമില്ലല്ലോ, വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുമാണ് ഇങ്ങനെയുള്ളൊരു ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ നമുക്കും പതിയെ കുറച്ച് സ്നേഹമൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. അപ്പം നമ്മുടെ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബിരിയാണി കേട്ടോ. കാരണം ജൂൺ 6-നാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഇവർ ലീവ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ ഈ സൺഡേ ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ബിരിയാണി തിന്നാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ എൻ്റെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്താണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഒരു ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ പച്ച കളറിൽ അവിടെ കണ്ടത്. കുഴപ്പമില്ല, ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ലൊരു ബിരിയാണിയാണ്. പിന്നെ ഒരുപാട് സമയവും അതിന് ചിലവാകത്തില്ല. അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നതിന് മുന്നേ എഴുന്നേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയൊരു കോൾഡ് കോഫിയും കൂടെ ആവാമെന്ന് പറഞ്ഞ് കോൾഡ് കോഫിയും കുടിക്കാൻ കയറി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.